രാജകീയ വംശമേവ രാജാധിരാജനാ നവ്യഗാനം ആലപിക്കാൻ ഭവ്യതയാർന്നുവാ. രണ്ട് കരങ്ങൾ ഉയർത്തി. രാജകീയ വംശമേവ രാജാധിരാജനാ നവ്യഗാനം ആലപിക്കാൻ ഭവ്യതയാർന്നുവാ. കരങ്ങൾ വീശി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൈതാത്തിടാം. ദൈവജനം പ്രിയമോടെ കൈവണങ്ങാൻ വരൂ. പൗരോഹിത്യ വംശമേവ പുണ്യനാമം വാഴ്ത്താം. ദൈവജനം പ്രിയമോടെ കൈവണങ്ങാൻ വരൂ. പൗരോഹിത്യ വംശമേവ പുണ്യനാമം വാഴ്ത്താം. രണ്ട് കരങ്ങളും ഉയർത്തി വീശി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ ഗാനത്തിന്റെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശബ്ദമുയർത്തി എല്ലാവരും ഇഷ്ടമുള്ള ഭാഷകളിൽ
ഇഷ്ടമുള്ള രാഗങ്ങളിൽ സ്വർഗത്തോളം ഉയർന്ന് മാലാഹമാരോട് ചേർന്ന് വിശുദ്ധരോട് ചേർന്ന് നമുക്ക് സ്തുതിക്കാം. സ്വതന്ത്രമായി സ്തുതിക്കാം. ഹല്ലേലൂയ ദേവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റ് നമുക്ക് സ്വസ്ഥമായിരിക്കാം. രണ്ട് കരങ്ങളും മാറോട് ചേർത്ത് വെച്ച് ഏറ്റവും ഭയഭക്തിയോടെ എങ്ങനെയായിരിക്കാമോ അങ്ങനെ നമുക്കായിരിക്കാം. എൻ്റെ യേശുവും ഞാനും മാത്രം. മറ്റൊരു സ്ഥലത്തേക്ക് നമ്മുടെ ചിന്തകൾ പോകാതിരിക്കട്ടെ. മറ്റൊന്നിലേക്ക് നമ്മുടെ മനസ്സ് പതറാതിരിക്കട്ടെ. യേശുവിനോട് ചേർന്ന് നമുക്കായിരിക്കാം. ഈ ആയിരിക്കുന്ന നിമിഷങ്ങൾ ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളാണ്. നമ്മളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തുന്ന സമയമാണ്. ലോകം മുഴുവൻ നിദ്രയിലായിരിക്കുമ്പോൾ ഇതാ നമ്മൾ ഈശോയോട് ചേർന്ന് ഇതാ അവിടുത്തെ കൃപ സ്വീകരിച്ച് അവിടുത്തെ തിരുസന്നദ്ധിയിലിരുന്ന് രൂപാന്തരപ്പെടാൻ ആഗ്രഹിക്കുന്ന സമയമാണ്. ഇതാ ഈ തിരുവോസ്തിയിൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവം വസിക്കുന്നു. ഇപ്പോൾ സ്വർഗം മുഴുവൻ ഇവിടെ സന്നിഹിതമാണ്. യേശു എവിടേക്ക് വരുന്നു ആ സ്ഥലം സ്വർഗമാണ്. സകല വിശുദ്ധരെ, മാലാഹാമാരെ, പരിശുദ്ധ കന്യാമറിയം എല്ലാവരും ആഗതരാണിവിടെ. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഈ തിരുവോസ്തിയിൽ ജീവിക്കുന്ന ദൈവം വസിക്കുന്നു. എനിക്ക് വേണ്ടി ജനിച്ച് എനിക്ക് വേണ്ടി മരിച്ച് എന്നോടുകൂടി ആയിരിക്കുവാൻ ഈ തിരുവോസ്തിയിൽ നിറഞ്ഞു വസിക്കുന്ന ദൈവം. കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും നീ തൊടണമേ. നീ തൊട്ടതെല്ലാം പുതിയതായിട്ടുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗലീലിയായിലൂടെയും നസ്രത്തിലൂടെയും പാലസ്തീനിലൂടെയും എല്ലാം കടന്നുപോയ ദൈവം തന്നെയാണിത്. മരിച്ച ലാസറിനെ ഉയർപ്പിച്ചവൻ, നായിയാൻ പട്ടണത്തിലെ വിധവയുടെ മകനെ ജീവിപ്പിച്ചവൻ, ജൈറോസിന്റെ മകൾക്ക് ജീവൻ കൊടുത്തവൻ, പാപിനിക്ക് മോചനം കൊടുത്തവൻ, കുരുടന് കാഴ്ചയും ചെകിടന് കേൾവിയും കൊടുത്തവൻ, അതേ മഹത്വത്തോടും അതേ ശക്തിയോടും കൂടി ഇതാ നമ്മുടെ മധ്യത്തിൽ നിറഞ്ഞു വസിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു തൻ്റെ ആണിപ്പഴുതുള്ള മുറിവേറ്റ കരങ്ങൾ ഉയർത്തി ഓരോ മകനെയും മകളെയും ഇതാ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. അവിടുന്ന് ഇതാ എന്നെ അനുഗ്രഹിക്കുവാൻ വരുന്നു. വെളിപാടിൻ്റെ പുസ്തകത്തിലെ 1-ാം അധ്യായം 12-ാം വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്: എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കുവാൻ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണ നിർമ്മിതമായ 7 ദീപങ്ങൾ. ഈ ദീപങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലൊരുവനെ ഞാൻ കണ്ടു. അത് മറ്റാരുമല്ല, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവാണ്. അവൻ്റെ അങ്കി പാദം വരെ നീണ്ടുകിടക്കുന്നു. അവൻ്റെ മേലങ്കി പാദം മുതൽ ഇതാ അവൻ്റെ ശിരസ് വരെ നീണ്ടിരിക്കുന്നു.
ദാ വീണ്ടും നമ്മൾ വായിക്കുന്നു, അവൻ സ്വർണനിർമ്മിതമായ ഒരരക്കച്ച കെട്ടിയിരിക്കുന്നു. അവൻ്റെ വായിൽ നിന്നും ഇരുതലവാളും പുറത്തേക്ക് വരുന്നു. എന്താണ് അവൻ്റെ വായിൽ നിന്ന് വരുന്ന ഇരുതലവാൾ? എബ്രായർ 4:12 അത് ദൈവവചനമാണ്. അത് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. എന്താണ്? അവൻ തൻ്റെ വലതുകൈയിൽ 7 നക്ഷത്രങ്ങൾ വഹിച്ചിരിക്കുന്നു. അവൻ വഹിച്ചിരിക്കുന്ന 7 നക്ഷത്രങ്ങൾ 7 സഭകളുടെ ദൂതന്മാരെന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നു. ഇന്നിതാ അവൻ്റെ കയ്യിൽ ഉയർത്തപ്പെടുന്ന നക്ഷത്രങ്ങളായി നാം ഓരോരുത്തരും തീരേണ്ടിയിരിക്കുന്നു. 7 ദീപങ്ങൾ, അത് 7 സഭകളുടെ പ്രാധാന്യത്തെ അറിയിക്കുന്നു. ഇതാ പ്രിയപ്പെട്ടവരെ, ഒരു കൈയിൽ 7 നക്ഷത്രങ്ങളും ഇതാ 7 ദീപങ്ങളും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരുമായി തീരട്ടെ. അത്ര വലിയ പ്രാധാന്യം അവിടെ നമുക്ക് ഓരോരുത്തർക്കും നൽകിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ വചനത്തിൻ്റെ ഈരടികൾ പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു. 1 പ്രാവശ്യം പാടുമ്പോൾ എല്ലാവരും ഏറ്റുപാടുക. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന സകലരും, ഇപ്പോൾ ഇവിടെയുള്ളവരും വിദൂരസ്ഥരും എല്ലാവരും യേശുവിനെ കണ്ടുകൊണ്ട് ഈ ഈരടികൾ ഏറ്റുപാടുക. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണ്ണനായി എല്ലാവരും മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണും യേശുവേ. ചേർന്ന് പാടാം. ഒരിക്കൽ കൂടി പാടാം. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണ്ണനായി മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണും യേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യനും അന്ത്യനും
ചേർത്ത് വെക്കാം. നിന്റെ രൂപവും ഭാവവും എന്നിലായിടട്ടെ. ഹല്ലേലൂയ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. കരങ്ങൾ അത്താരയിലേക്ക് നീട്ടി. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. കരങ്ങൾ ഉയർത്തി വീശി. കരങ്ങൾ നീട്ടി. അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. കരങ്ങൾ ഉയർത്തി. എന്റെ ഇഷ്ടമല്ല നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പിതാവിനോട് പറഞ്ഞ യേശുവിനെ അനുകരിച്ചുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ദൈവഹിതത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുന്ന നിമിഷങ്ങളാകട്ടെ ഇത്. എന്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടെന്നേശുവേ. നിന്റെ ഹിതത്തിൻ നടുവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ചേർന്ന് പാടാം. ഇരുകരങ്ങളും അത്താരയിലേക്ക് നീട്ടി. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. കരങ്ങൾ ഉയർത്തി. ശബ്ദമുയർത്തി എല്ലാവരും. Hallelujah.
യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് യേശുവേ 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 വേദനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എൻ്റെ അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന അനേകം മക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. താങ്ങാവുന്നതിലധികം ദുഃഖവും പേറി ഭാരവും പേറി അനേക മക്കളിതാ തിരുസന്നിധിയിൽ ഇരിപ്പുണ്ട്. നമ്മുടെ വേദനകളും ഭാരങ്ങളും ദുഃഖങ്ങളും അതിൻ്റെ കാരണങ്ങളും ഏറ്റെടുക്കുവാൻ യേശു ഇതാ നമ്മുടെ തൊട്ടടുത്തുണ്ട്. ഇസ്രായേലിലൂടെ കടന്നുപോയ സംഹാരദൂതനെ പോലെ നമ്മുടെ വേദനകൾ സംഹരിക്കുന്നവനായി നമ്മുടെ രോഗങ്ങൾ ഏറ്റെടുക്കുവാൻ യേശുവിതാ നമ്മുടെ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ് അവിടുന്ന്. നീ പ്രാർത്ഥിച്ച് തീരുന്നതിന് മുമ്പ് ഞാൻ നിനക്കുത്തരം നൽകും. പുറത്തു പറയാൻ പറ്റാത്ത ദുഃഖം, ഇതാ നിന്റെ കണ്ണുനീർ തുള്ളികൾ ഞാൻ എൻ്റെ കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നു. നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണുന്നു. വെളിപാട് 21 പറയുന്നു, ഇനിമേൽ നിന്റെ മിഴികളിൽ മിഴിനീരില്ല, മരണമോ മുറവിളിയോ ഇല്ല. പഴയതെല്ലാം കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. അതേ, ദൈവം നമ്മിൽ കൂടാരമടിച്ച് വസിക്കുന്ന നിമിഷങ്ങളാണ്. രോഗത്തിൻ്റെ പിടിയിലായവർ, വലിയ കടബാധ്യതയിൽപ്പെട്ട് ഉഴലുന്നവർ, ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുമായി ഇതാ ജീവിക്കുന്ന മക്കൾ, എൻ്റെ പ്രശ്നത്തിന് ഉത്തരം ഈശോയാണ്. എല്ലാറ്റിനും മറുപടി യേശുവാണ്. അവൻ ഔഷധമാണ്, അവൻ സൗഖ്യമാണ്, അവൻ സൗഖ്യദാതാവാണ്. രക്ഷയും രക്ഷകനും അവിടുന്ന് തന്നെയാണ്. ബലിവസ്തുവും ബലിയർപ്പകനും അവിടുന്ന് തന്നെയാണ്. എല്ലാമായ ദൈവം. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ സങ്കടപ്പെടുന്നവരുണ്ട് ഇവിടെ. ഇതാ ലാസറിൻ്റെ വേർപാടിൽ വേദനിച്ച കുടുംബത്തിലേക്ക് വന്നു. ലാസറിൻ്റെ സ്ഥാനത്ത് ഈശോ എവിടെ വന്നു? നമ്മുടെ നഷ്ടപ്പെട്ടവരുടെ സ്ഥാനത്ത് ഈശോയുണ്ട്. പ്രിയപ്പെട്ടവരെ, മാരക രോഗങ്ങൾ പിടിപെട്ടു, ചികിത്സിക്കാൻ പണമില്ല, കണ്ടുപിടിക്കപ്പെടാത്ത രോഗങ്ങൾ പിടിപെട്ടവർ, കർത്താവേ, നിലവിളി കേൾക്കുന്നവനാണ് നീ. നിന്റെ മക്കളുടെ നിലവിളി നീ കേൾക്കണമേ. എത്ര വിദൂരതയിലായിരുന്നാലും നിന്റെ കരങ്ങൾ അവിടം വരെ എത്തുമല്ലോ. അങ്ങ് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് നോക്കി എല്ലാവരെയും അവിടുന്ന് കാണുന്നു. ഓരോ മകനെയും മകളെയും നീ അനുഗ്രഹിക്കുന്നവനാണെന്ന് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു. ഒരിക്കലൊരു ശതാധിപൻ നിന്റെ അടുത്ത് വന്ന് നിലവിളിച്ചില്ലേ, കർത്താവേ, എൻ്റെ ഭൃത്യൻ രോഗിയായി ഭവനത്തിൽ കിടക്കുന്നു, നീ എൻ്റെ വീട്ടിലേക്ക് വരുവാൻ ഞാൻ യോഗ്യനല്ല. നീ ഇവിടെ നിന്നൊരു വാക്ക് കൽപ്പിച്ചാൽ ഭവനത്തിൽ കിടക്കുന്ന എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. ആ നിമിഷം തന്നെ
ശതാധിപന്റെ വിശ്വാസം പരിഗണിച്ച് അങ്ങ് വിദൂരതയിലെ ഭവനത്തിലായിരുന്ന വൃദ്ധനെ നീ സുഖപ്പെടുത്തിയല്ലോ. അതുപോലെ കർത്താവേ, ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ വ്യത്യസ്തങ്ങളായ ആളുകൾ നിന്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്ന സമയമാണ്. എല്ലാവരും വിശ്വസിക്കുക, ഈ അൾത്താരയിൽ നിന്നും യേശുവിൻ്റെ ശക്തിയിത നമ്മളിലേക്ക് ഒഴുകുന്ന സമയമാണ്. ആ ശതാധിപൻ്റെ വൃദ്ധനെ സുഖപ്പെടുത്തിയതുപോലെ അവിടുന്ന് ഇതാ എത്ര വിദൂരതയിലായിരുന്നാലും അവരെ എല്ലാം തൊടുന്ന സമയമാണ്. കർത്താവേ, ഇവിടെയും അവിടെയും എല്ലാവരെയും നീ സുഖപ്പെടുത്തണമേ. നിന്റെ കരുണയാണ് ഞങ്ങളെ സുഖപ്പെടുത്തുന്നത്. നീ കരുണയുള്ള ദൈവമാണ്. കർത്താവേ, ഞാൻ രോഗിയാണ്. അന്ന് നീ കടന്നു പോകുമ്പോൾ വഴിയരികിലിരുന്ന കുഷ്ഠരോഗി നിലവിളിച്ചല്ലോ, കർത്താവേ എന്നോട് കരുണ തോന്നണമേ. വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞ ശരീരം. യേശു അവനെ സ്നേഹത്തോടെ നോക്കി അവൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ വ്രണങ്ങളിൽ തൻ്റെ വിരൽ സ്പർശിച്ചു. ആ നിമിഷം തന്നെ അവൻ്റെ കുഷ്ഠരോഗം വിട്ടുമാറി. ഇതാ അതേ ഈശോയാണിത്. അവിടുത്തെ വിരൽ തുമ്പ് എന്നെ സ്പർശിക്കുന്ന നിമിഷമാണ്. വലുതും ചെറുതുമായ രോഗപീഠകൾ വിട്ടുമാറുന്നുണ്ട്. നമ്മുടെ രണ്ട് കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് ആ കുഷ്ഠരോഗി നിലവിളിച്ച പോലെ ശതാധിപന്റെ വിശ്വാസത്തോടെ നമുക്ക് എല്ലാവർക്കും നിലവിളിക്കാം. കരുണ തോന്നണമേ, ഞാൻ രോഗിയാണ്, എന്നോട് കരുണ തോന്നണമേ. എല്ലാവരും നിലവിളിച്ച് പ്രാർത്ഥിച്ചു. യേശുവേ എന്ന് വിളിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. രോഗിയാണ് ഞാൻ, രോഗിയാണു ഞാൻ നാഥ, രോഗിയാണു ഞാൻ. ചേർന്ന് പാടാം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. രോഗിയാണു ഞാൻ നാഥ, രോഗിയാണു ഞാൻ. ഇരുകരങ്ങളും മാറിലേക്ക് ചേർത്ത് പിടിച്ച് യേശുവിൻ്റെ നമുക്ക് ഇഷ്ടമുള്ള ഒരു രൂപം മനസ്സിലേക്ക് കൊണ്ടുവരിക. അവനിതാ എന്നെ സ്പർശിക്കുന്നു. കർത്താവേ, അന്ന് 12 വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീ പിന്നിലൂടെ വന്ന് നിന്റെ വസ്ത്രത്തിന്റെ വെളുമ്പിൽ സ്പർശിച്ചു. നിന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടു. നീ ചോദിച്ച ആരാണ് എന്നെ തൊട്ടിരിക്കുന്നത്? അപ്പോൾ ആ സ്ത്രീ സൗഖ്യം പ്രാപിച്ചതറിഞ്ഞു. ഞാനാണ് സ്പർശിച്ചത്. യേശു ചോദിച്ചു, വിശ്വസിച്ചുകൊണ്ട് നീ എന്നെ സ്പർശിച്ചു. യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നവരിലേക്ക് യേശുവിൽ നിന്നും ശക്തി പുറപ്പെടുന്ന സമയമാണിത്. ഒരിക്കൽ യേശു കടന്നു പോകുമ്പോൾ 2 അന്ധന്മാർ കാഴ്ച ലഭിക്കുന്നതിന് നിലവിളിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ അവൻ ചെന്ന ഭവനം വരെ എത്തി. യേശു ചോദിച്ചു, എനിക്കിത് ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ? അതേ ചോദ്യം യേശു പുനരാവർത്തിക്കുന്നു നാം ഓരോരുത്തരോടും. നിന്റെ രോഗം എന്തുമാകട്ടെ, എത്ര വലുതാകട്ടെ ചെറുതാകട്ടെ, എനിക്ക് നിന്നെ സുഖപ്പെടുത്തുവാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? മാർത്തയോടും മറിയത്തോടും പറഞ്ഞതുപോലെ വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾ ഇവിടെ ദർശിക്കും. ഈ നിമിഷം യേശു എന്നെ സ്പർശിക്കും. അവന്റെ ശക്തി എന്നിലേക്ക് നിറയും. അവന് അസാധ്യമായി ഒന്നുമില്ല. യേശു ജീവിക്കുന്ന ദൈവമാണ്.
നമ്മുടെ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കാം. നമുക്ക് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. സ്തുതികളിൽ വസിക്കുന്നവനാണ് അവിടുന്ന്. എല്ലാവരും സ്തുതിച്ചോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം നൽകണമേ, ശക്തി നൽകണമേ. യേശുവേ, എന്നെ സുഖപ്പെടുത്തണമേ. കർത്താവേ, എല്ലാ വേദനകളും സങ്കടങ്ങളും പീഡകളും അടിമത്തങ്ങളും നീ ഏറ്റെടുക്കണമേ. വിടുതൽ നൽകണമേ, വിടുതൽ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. നമുക്ക് പാടാം. കരുണ തോന്നണമേ, കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. സൗഖ്യമേകണേ നാഥ, സൗഖ്യമേകണേ. ചേർന്ന് പാടാം. കരുണ തോന്നണേ നാഥ, അലിവു തോന്നണേ. സൗഖ്യമേകണേ നാഥ, സൗഖ്യമേകണേ. കരുണ തോന്നണേ നാഥ, അലിവു തോന്നണേ. സൗഖ്യമേകണേ നാഥ, സൗഖ്യമേകണേ. രണ്ട് കരങ്ങളും നമുക്ക് മാറിലേക്ക് ചേർത്ത് പിടിക്കാം. നമ്മുടെ ജീവിതം മുഴുവൻ നമുക്ക് കൊടുക്കാം. എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും ദൈവത്തെ കാണുമ്പോൾ, ദൈവത്തിൻ്റെ വലിപ്പം അറിയുമ്പോൾ, നമ്മൾ വലുതെന്ന് കരുതിയ പ്രശ്നങ്ങൾ ചെറുതായി തോന്നും. ദൈവത്തിൻ്റെ വലിപ്പവും ശക്തിയും അറിയാത്തതാണ് നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളും ഭാരപ്പെടുത്തലുകളും. തൊഴിൽ രഹിതരായ മക്കൾ, എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ വിവാഹം നടക്കാത്തവർ, വീടും സ്ഥലവുമില്ലാത്തവർ, പട്ടിണിയും ദാരിദ്ര്യവുമായി കഴിയുന്നവർ, നാളെ എൻ്റെ ജീവിതം എങ്ങനെ, സങ്കടപ്പെടുന്നവർ, പാപത്തിൻ്റെ പിടിയിലായവർ, മദ്യം, മയക്കുമരുന്ന്, പുകവലി ഇവകൾക്ക് അടിമപ്പെട്ടവർ, അതുപോലെ മറ്റ് ദുർശീലങ്ങളിൽപ്പെട്ടവർ, ഞാൻ എന്തിനാണ് അടിമപ്പെട്ടിരിക്കുന്നത്, അതിൽ നിന്ന് വിടുതൽ നേടുവാൻ ആഗ്രഹിക്കുക. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ വലയം ചെയ്യട്ടെ. നിന്റെ സംരക്ഷണ വലയത്തിനുള്ളിൽ ഞങ്ങളായി തീരട്ടെ. ഞങ്ങൾക്ക് മുൻപിലും പിൻപിലും നീ കാവൽ നിൽക്കണമേ. പുറപ്പാട് പുസ്തകത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ട്, ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ ഒരു ദൈവദൂതൻ അവർക്ക് സംരക്ഷണം നൽകുവാൻ നടന്നിരുന്നു. ഫറവോയുടെ സൈന്യം തൊട്ട് പിന്നിലെത്തിയപ്പോൾ മുന്നിൽ നടന്ന ദൈവദൂതൻ പുറകിലേക്ക് വന്നു. അവർക്ക് എപ്പോഴും സംരക്ഷണം നൽകിക്കൊണ്ട് അവരറിയാതെ അവർക്ക് മുൻപിലും പിൻപിലും നടന്നിരുന്ന ദൈവദൂതന്മാരെ ഞങ്ങൾക്ക് കാവലായി അയക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ. ഈ നിമിഷം മുതൽ കർത്താവേ, ഞങ്ങളൊരു പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുത്തട്ടെ. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, തേജസ്സിൽ നിന്നും തേജസ്സിലേക്ക് ഞങ്ങളെ എല്ലാവരെയും നീ ഉയർത്തണമേ. കർത്താവേ, നിന്റെ കരങ്ങൾ ഞങ്ങളുടെ മേൽ വെക്കണമേ. ശിരസ് മുതൽ പാദം വരെ ശരീരത്തിൻ്റെ ഓരോ അണുവിലേക്കും നിന്റെ ചൈതന്യവും ശക്തിയും കടന്നു വരട്ടെ. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും നീ തൊടുന്ന നിമിഷങ്ങളാക്കി ഇത് മാറ്റണമേ. നീ തൊട്ടതെല്ലാം പുതിയതായിട്ടുണ്ട്.
നിന്റെ വചനം കേട്ടവരെല്ലാം രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. നിന്റെ അടുത്തിരുന്നവരെല്ലാം അനുദപിച്ചിട്ടുണ്ട്. ശിമിയോന്റെ വീട്ടിൽ നീ ഇരിക്കുമ്പോൾ പാപിനിയായ സ്ത്രീ നിന്റെ അടുത്ത് വന്നിരുന്ന് അവളുടെ കണ്ണുനീര് കൊണ്ട് നിന്റെ പാദം കഴുകി, തലമുടി കൊണ്ട് നിന്റെ പാദം തുടച്ചു. അവളോട് നീ ഒന്നും ചോദിച്ചില്ല, അവളൊന്നും പറഞ്ഞില്ലെങ്കിലും വലിയൊരു മാറ്റം അവളുടെ ജീവിതത്തിലുണ്ടായി. ഇതുപോലെ നിന്റെ സന്നിധിയിൽ നിന്റെ അടുത്ത് നിന്നോട് ചേർന്നിരിക്കുമ്പോൾ ഞങ്ങളും ഇതുപോലെ രൂപാന്തരപ്പെടട്ടെ. യേശുവേ സ്തോത്രം. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ശബ്ദം മുഴുവൻ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. യേശുവേ മഹത്വം. ദൈവമേ ആരാധന. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. പാടാം. പാവനാത്മാവാ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. പാവനാത്മാവാ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നൽവരദാനങ്ങൾ നൽകണമേ ഈശോ, നല്ല വഴിക്കെന്നെ നയിക്കണമേ ഈശോ. നൽവരദാനങ്ങൾ നൽകണമേ ഈശോ, നല്ല വഴിക്കെന്നെ നയിക്കണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. ഈശോയുടെ തിരുസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് കർത്താവ് നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. നന്ദിയും സ്തുതിയും കൊണ്ട് നമ്മുടെ ജീവിതം നിറയ്ക്കട്ടെ. അവനിലൂടെ നമുക്കെല്ലാം ഇപ്പോഴും സ്തുതിയുടെ ബലിയർപ്പിക്കാം. എല്ലാറ്റിനും എപ്പോഴും സ്തുതിയും നന്ദിയും പറയുന്ന ജീവിതങ്ങളായി മാറട്ടെ. ഇന്ന് ആരംഭം മുതൽ ഈ സമയം വരെ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. കുഞ്ഞാടായ യേശുവിനെ നമുക്ക് സ്തുതിക്കാം. വെളിപാട് പുസ്തകം 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, സിയോൺ മലയിൽ ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അത് യേശുക്രിസ്തുവാണ്, ഉയർത്തെഴുന്നേറ്റ യേശുവാണ്. ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചു. അവനോടുകൂടി നമ്മളും പാപത്തിൽ മരിച്ച് ഉയർക്കുന്നവരായി, ഉയർപ്പിൻ്റെ അനുഭവമുള്ളവരായി തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കൊല്ലപ്പെട്ട കുഞ്ഞാട് ജീവനാഥനാണ്. കൊല്ലപ്പെട്ടിട്ടും ഇന്നും ജീവിക്കുന്ന ദൈവമാണ്.
അവനെ നമുക്ക് ആരാധിച്ച് സ്തുതിക്കാം. നമുക്ക് കൈയടിച്ച് സന്തോഷത്തോടെ ഈ ഗാനം ആലപിക്കാം. നന്നായിട്ട് കൈയടിക്കാം. കുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ശക്തിയോടെ കൈയടിച്ച് ഹല്ലേലൂയ, 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 ആമേൻ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, 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 ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു. ശക്തിയോടെ കൈയടിച്ച് ഈശോയെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു. ദൈവപിതാവേ സ്നേഹതാതനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ജീവാഗ്നിയേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു. ആമേൻ, ആമേൻ യേശുനാഥ, ആമേൻ, ആമേൻ ദൈവപുത്ര, ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ, ആമേൻ യേശുനാഥ, ആമേൻ, ആമേൻ
ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ എഴുതി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ദിവികാരുണ്യ ആശീർവാദം സ്വീകരിക്കാനായിട്ട് മുട്ടുമേൽ നിൽക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്നേഹത്തോടെ നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമമ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ആരാധന 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 ആരാധന. ഹല്ലേലൂയ പരിശുദ്ധ പരമ ദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആരാധിക്കുന്നതാണ് എന്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാണ് എന്റെ വാഞ്ച. അങ്ങേ ആരാധിക്കുന്നതാണ് എന്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാണ് എന്റെ വാഞ്ച. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു യേശു രാജാവിനെ. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു യേശു രാജാവിനെ. അങ്ങേ ആരാധിക്കുന്നതാണ് എന്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാണ് എന്റെ വാഞ്ച. അങ്ങേ ആരാധിക്കുന്നതാണ് എന്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാണ് എന്റെ വാഞ്ച. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു യേശു രാജാവിനെ. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു യേശു രാജാവിനെ.